ഷൈൻ ഓൺ മീ എന്ന വളരെ രസകരമായ കഥയാണ് ഇന്ന് നമ്മൾ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാൻ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ഹൈപ്പ് കൊടുത്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കഥ തുടങ്ങുന്നത് ഷാങ്ഹായിലെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലില് സർജനായി ജോലി ചെയ്യുന്ന നമ്മുടെ കഥാനായകനായ ലിന്നിനെ കാണിച്ചുകൊണ്ടാണ്. ലിൻ അവിടെ ഇപ്പോൾ ഒരു 8 മണിക്കൂർ നീണ്ടു നിന്ന ബ്രെയിൻ ട്യൂമർ സർജറി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് പേഷ്യന്റിനെ അങ്ങനെ സ്റ്റേബിൾ ആക്കിയ ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ ഭയങ്കര ദൈവതുല്യനായിട്ടാണ് ലിന്നിനെ കണ്ട് സംസാരിക്കുന്നത്. ഒപ്പം തന്നെ ലിന്നിന്റെ സുപ്പീരിയേഴ്സ് ലിൻ വളരെ ടാലന്റഡ് ആണ് എന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ലാത്തവരാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് ലിൻ വളരെ എലിജിബിൾ ആയ മിടുക്കനായ ഒരു ഡോക്ടറാണ് എന്നതാണ്. ലിൻ അങ്ങനെ അവിടെ നിൽക്കുമ്പോഴേക്കും ലിന്നിന്റെ പഴയ ഒരു സ്കൂൾമേറ്റ് ആയ ഷവു വിളിക്കുന്നുണ്ട്. ഷവു ലിന്നിനോട് ബ്ലൈൻഡ് ഡേറ്റിന് ഒരു സ്ഥലത്തേക്ക് വരാനായി ആവശ്യപ്പെടുമ്പോൾ അത്തരം സെറ്റപ്പിനോടൊന്നും ഒട്ടും തന്നെ താല്പര്യം ലിന്നിനില്ല. അതുകൊണ്ട് തന്നെ ലിൻ അവോയ്ഡ് ചെയ്യാൻ നോക്കുമ്പോൾ എടാ നിന്നെ കാണാനായിട്ട് വരുന്നത് ആ ബിസിനസ്സുകാരൻ നീ ചെങ്ങുവാന്റെ മകളാണെന്നല്ല ഷവു പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ പേര് കേട്ടപാടെ ലിന്നിന്റെ മുഖഭാവം മാറുന്നുണ്ട്. ആക്ച്വലി ലിന്നിനിടയ്ക്ക് ഈ പെൺകുട്ടിയെ ഒരു ക്രഷ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം ഒന്നും നമുക്ക് ഇപ്പൊ അറിയില്ല. എന്തായാലും ആ പെൺകുട്ടിയെ തന്നെ വീണ്ടും കാണാൻ അവസരം കിട്ടാൻ പോകുന്നു എന്ന് കാണുമ്പോൾ ലിൻ അങ്ങനെ കളയോ അവൻ ചെല്ലാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ലിന്നുള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് യാത്ര ചെയ്ത് വേണം ആ ഒരു സ്ഥലത്തേക്ക് എത്താനായി. ആ ഒരു കാർ യാത്രക്കിടയിൽ അവൻ പലതും ഇങ്ങനെ ആലോചിച്ചോടിക്കാണ്. ആ സമയം അവൻ ഇങ്ങനെ ആലോചനയിൽ മുഴുകിയിരിക്കുകയാണെങ്കിലും ആള് കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെ വിധിയുടെ വിളയാട്ടം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വരാനിരിക്കുന്നത് ട്രക്ക് പിടിച്ചും വരും എന്ന് പറയുന്ന കണക്ക് ലിൻ പോകുന്ന ആ ഒരു റോഡിൽ ഒരു ട്രക്ക് പോകുന്നുണ്ടായിരുന്നു. ആ ട്രക്കിന്റെ ഡ്രൈവറിനെ കാഴ്ച മറിക്കുന്ന രീതിയിൽ അതിന്റെ ആ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു കവർ വന്ന് സ്റ്റിക്ക് ആവുകയും തുടർന്ന് ട്രക്ക് ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടമായി ആ ഒരു ട്രക്ക് ലിന്നിന്റെ കാറിലിടിച്ച് അത് വലിയൊരു ആക്സിഡന്റിൽ കലാശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ നീസിയാണ്. നീസി ഇപ്പൊ ഫോണിൽ അവളുടെ അച്ഛന്റെ പുതിയ ബിസിനസ് ന്യൂസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് വലിയ മൈൻഡ് കൊടുക്കുന്നില്ല. ഈ നീസിയുടെ അച്ഛനാണ് മുന്നേ ലിന്നിന്റെ ഫ്രണ്ട് ഫോൺ ചെയ്ത ഒരു ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞില്ലേ ആള്. അപ്പൊ ആ ബിസിനസ്സുകാരന്റെ മകളെ ബ്ലൈൻഡ് ഡേറ്റിന് കാണാൻ പോകാൻ അറേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞാണല്ലോ ലിന്നിനെ ഷവോ വിളിച്ചത്. അപ്പൊ ആ ബിസിനസ്സുകാരന്റെ മകൾ ആരാണ്? ഈ ഇരിക്കുന്ന നീസി തന്നെ. അങ്ങനെ നീസി ഇവിടെ ഇരുന്ന് ഫോൺ നോക്കുന്നതിന്റെ ഇടയിൽ സത്യത്തിൽ നീസയുടെ ഫാമിലിയിൽ അപ്പൊ കുറച്ച് പ്രശ്നം നടക്കുന്നുണ്ട്. കാരണം നീസയുടെ അച്ഛൻ ആ അടുത്താണ് അമ്മയെ ഡിവോഴ്സ് ചെയ്തത്. അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നീസ ഇപ്പൊ അവളുടെ ഒരു കസിനായ ജിയാങ്ങിന്റെ കൂടെ ഇരിക്കുകയാണ്. ജിയാങ് ആ ടീം ഇങ്ങനെ ഗെയിം ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ചെന്ന് ഡോർ തുറക്കാനായി ജിയാങ് പറയുമ്പോൾ നിനക്ക് പൊക്കൂടെ എന്ന് നീസി ചോദിക്കുമ്പോൾ എന്റെ പുതിയ ട്യൂട്ടർ ആണെന്ന് തോന്നുന്നു ഒന്ന് തുറക്കെന്ന് പറഞ്ഞ് ജിയാങ് ചിടുങ്ങുമ്പോൾ അങ്ങനെ ഡോറ് തുറക്കാനായി നീസി പോകുമ്പോൾ അവൾ അവിടെ കാണുന്ന കാഴ്ച അവളെ ഫ്ലാറ്റ് ആക്കി എന്ന് പറയാം. മറ്റൊന്നുമല്ല, അവൾ അവിടെ കണ്ടത് ഒരു പയ്യനെയാണ്. ആ പയ്യന്റെ പേര് സ്വാങ് എന്നാണ്. സ്വാങ് മുന്നേ നമ്മൾ കണ്ട നീസിയുടെ കസിനായ ജിയാങ്ങിന് ട്യൂഷൻ എടുക്കാനായി വന്ന ആളാണ്. കൂടാതെ അവിടെയുള്ള ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റിയിലെ ടോപ്പ് സ്റ്റുഡന്റും ആണ് സ്വാങ്. അവന്റെ ഭംഗി കണ്ട് സത്യത്തിൽ അവളിങ്ങനെ അന്തം വിട്ട് അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യങ്ങൾ നടക്കുന്നത് 2011 പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് 2012 നമ്മൾ കാണുമ്പോഴേക്കും നീസി അവളുടെ ഇന്റേൺഷിപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിലേക്ക് മടങ്ങിയെത്തുകയാണ്. അവിടെ എത്തുമ്പോഴേക്കും അവളുടെ ഫ്രണ്ട്സ് കുറെ പേര് അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അവളുടെ ഫ്രണ്ട്സും അവരുടെ ബോയ് ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. അപ്പോഴേക്കും ഫ്രണ്ട്സിനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കണ്ടിപ്പോ കുശലം പറഞ്ഞ് ഹാപ്പി ആയി നിന്നിരുന്ന നിൻസിയുടെ മുഖം ഭയങ്കരമായി വാടുന്നുണ്ട്. മറ്റൊന്നുമല്ല, സ്വാങ്ങില്ലേ അവൾ മുന്നേ അന്തം വിട്ട് നോക്കിയ പയ്യൻ, ആ പയ്യൻ ഇപ്പോ റോങ് എന്ന ഒരു പെൺകുട്ടിയുടെ കൂടെ അങ്ങോട്ടേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. റോങ് ഇവരുടെ റൂംമേറ്റ് ആയിട്ട് വരും. അവൾക്ക് ക്രഷ് ഉള്ള പയ്യൻ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ വരുന്ന കാഴ്ച അവൾക്ക് തീരെ പിടിക്കുന്നില്ല. എന്തായാലും ആ ടീമാണ് ഒരു ഗുഡ് ന്യൂസ് അറിയുന്നത്. ഷാങ്ഹായിലുള്ള വളരെ ഫേമസ് ആയ ഒരു ബാങ്കില് നല്ല സാലറിയിൽ ഒരു ജോബ് സെക്യൂർ ചെയ്യാനായി സ്വാങ്ങിന് സാധിച്ചു. അതിന്റെ ഭാഗമായി അവന്റെ ഒരു ട്രീറ്റ് ഇവർക്കുണ്ട്. അങ്ങനെ ആ ഡിന്നറിന് ഇവരെല്ലാവരും കൂടി പോന്നു. അവിടെ ഇരുന്ന് സംസാരിക്കുന്ന ടീം ഇത്തരം അവരുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. സ്വാങ് ആകട്ടെ നീസി അവളുടെ ഫാമിലി കണക്ഷൻ വെച്ച് അവൾക്ക് ഒരു ജോബ് ഒക്കെ സെക്യൂർ ചെയ്യാനായിട്ടുള്ള പ്ലാനിലാണ്. ഫാമിലി അവൾക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു കേൾക്കുമ്പോൾ അവളെ ഒരു പാരസൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് സ്വന്തമായിട്ടൊന്നും കണ്ടുപിടിക്കാതെ മറ്റൊരാളെ ആശ്രയിച്ച് അവളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് അവളൊരു ഇത്തൽ കണ്ണി എന്ന രീതിക്ക് അവൻ സംബോധന ചെയ്യുന്നത്. അത് അവൾക്ക് കുറച്ച് സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും അവൾ അങ്ങനെ അവിടെ നിൽക്കുമ്പോഴേക്കും അങ്കിൾ അവളെ വിളിക്കുന്നുണ്ട്. നീ ഇവിടെ വന്നിട്ട് പിന്നെന്താ വീട്ടിൽ വരാതെ വേഗം വീട്ടിലേക്ക് നിങ്ങൾ കാത്തിരിക്കാന്നൊക്കെ പറഞ്ഞു വിളിക്കുമ്പോൾ അവൾ പിന്നീട് ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കാതെ വേഗം തന്നെ അങ്കിളിനെ കാണാനായി പോകുന്നു. ഈ അങ്കിളുടെ മകനാണ് നമ്മൾ മുന്നേ കണ്ടിരുന്നില്ലേ അവളുടെ കസിനായ ജിയാങ്. അങ്ങനെ ജിയാങ്ങിന്റെ വീട്ടിലേക്കാണ് അവൾ ചെല്ലുന്നത്. അവിടെ അവളെ കാണുമ്പോഴേ കുട്ടി പയ്യനായ ജിയാങ് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. തുടർന്ന് അവരെല്ലാവരും കൂടെ അവിടെ ഒത്തുകൂടിയിരുന്ന ഫുഡ് കഴിച്ച് സംസാരിക്കുമ്പോൾ കോളേജ് പഠനം ഇനി 2 മാസത്തിനുള്ളിൽ കഴിയും, എന്റെ തീസിസ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നെല്ലാം അവൾ ഇങ്ങനെ പറയുമ്പോൾ കോളേജ് പഠനത്തിന് ശേഷം നീ അമ്മയുടെ അടുത്തേക്ക് പോകില്ലേ, അവിടെയല്ല ബാക്കി ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നതെന്നല്ല അങ്കിള് ചോദിക്കുമ്പോൾ അതേ എന്ന് അവൾ പറയുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും അതാണ് നല്ലത്. ഡിവോഴ്സിന് ശേഷം നിന്റെ അമ്മ ആകെ അപ്സെറ്റ് അല്ലേ, നീ കൂടെ പോയി നിൽക്കുമ്പോൾ നല്ലൊരു മാറ്റം ഉണ്ടാവുമെന്ന് അങ്കിള് പറയുമ്പോൾ ഓ അപ്സെറ്റ് ഒന്നുമല്ല, ഹാപ്പിയായി അടിച്ചു പൊളിച്ച് നടക്കാണെന്ന് അത് കേൾക്കുന്ന ആന്റി പറയുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും ആന്റി കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് ആക്ച്വലി അച്ഛനെ ഡിവോഴ്സ് ചെയ്ത ശേഷം നിന്റെ അമ്മ ഹാപ്പി ആയിട്ട് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. പുള്ളി കൂടെ ഉള്ളപ്പോൾ ഒരുപാട് അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒന്നും അല്ലാത്ത നിന്റെ അച്ഛനെ ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിച്ചത് നിന്റെ അമ്മ തന്നെയാണെന്ന് വേണം പറയാനെന്നല്ല അങ്കിൾ ഉടനെ നീ ഒന്നും മിണ്ടായിരിക്കാനേ ആന്റിയോട് പറയുമ്പോഴേക്കും അതെല്ലാം കേട്ട് ഇങ്ങനെ അപ്സെറ്റ് ആയി തന്നെ ഇരിക്കുകയാണ് നീസി. അങ്ങനെ അടുത്ത ദിവസം അവൾ തിരിച്ച് കോളേജിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ അവൾ ഒരു ഹോസ്റ്റൽ റൂമിലാണല്ലോ താമസിക്കുന്നത്. അവളുടെ റൂംമേറ്റ്സ് ഒക്കെ തന്നെ അവിടെ അടുത്തതായി നടക്കാനായി പോകുന്ന ഒരു ജോബ് ഫെയറിന് വേണ്ടി ഭയങ്കര
ഭയങ്കരമായി റെസ്യൂമെ ഒക്കെ പ്രിപ്പയർ ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നീസയ്ക്ക് അങ്ങനെ അതിൽ പോകണം എന്ന് വലിയ താല്പര്യമൊന്നുമില്ല. അവളങ്ങനെ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും അതേ ടീം തന്നെ ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന രീതിക്ക് അവളെ സ്വാങ് കളിയാക്കിയില്ലേ, ആ ഒരു കാര്യം അവൾക്ക് ഇങ്ങനെ മനസ്സിൽ വരുമ്പോൾ അവൾ അടുത്തൊരു പൂച്ചക്കുട്ടി ഇരിക്കുന്നുണ്ട് അതിനോട് നീ പറ, നിനക്ക് വീട്ടില് സേഫ് ആയി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണോ ഇഷ്ടം, അതോ വീട്ടുകാരുടെ ഒന്നും സപ്പോർട്ട് ഇല്ലാണ്ട് നമ്മൾ തന്നെ നമ്മുടെ കാര്യം നോക്കി പോകുന്നതായിരിക്കും ഇഷ്ടം, എന്തായിരിക്കും നിനക്ക് താല്പര്യം എന്നൊക്കെ ഇങ്ങനെ കുശലം ചോദിക്കുന്നുണ്ടായിരുന്നു. നീ പറ, നിനക്ക് ഏതാ ഇഷ്ടം, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണോ അതോ ഫാമിലി ഡിപ്പെൻഡ് ചെയ്യുന്നതാണോ ഇഷ്ടമെന്നെല്ലാം അവൾ വീണ്ടും ചോദിക്കുമ്പോൾ പൂച്ച മ്യാവ് എന്ന് കരയുന്നുണ്ട്. ഉടനെ അവൾ ശരി ഞാനും അതേപോലെ തന്നെ മുന്നോട്ട് പോവാം, ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്യാതെ ഞാൻ എന്റെ കാര്യങ്ങൾ സ്വയം നോക്കാമെന്ന് തീരുമാനിക്കുന്നു. ഇവളുടെ ഈ ഫ്രണ്ട്സ് ഒക്കെ അവർക്ക് പഠനം കഴിഞ്ഞാൽ നല്ലൊരു ജോലി കിട്ടണം എന്ന കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഇന്റേൺഷിപ്പ് മറ്റും പോയി എക്സ്പീരിയൻസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പോലും റെസ്യൂമയുടെ കൂടെ ചേർക്കാനായിട്ടില്ല. എന്തായാലും അങ്ങനെ ഒരുവിധം അവൾ റെസ്യൂമെ ഒക്കെ സെറ്റ് ആക്കി ജോബ് ഫെയറിന് ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നുണ്ട്. ബാക്കി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അതായത് ഈ കൂടെയുള്ള പെമ്പിള്ളാരുടെ ചില ബോയ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരും ഒപ്പം സ്വാങ്ങും ഒക്കെ ഇതേ ജോബ് ഫെയർ അറ്റൻഡ് ചെയ്യാനേ എത്തിയിട്ടുണ്ട്. സ്വാങ്ങിനെ കാണുമ്പോൾ നമ്മൾ ആ തുടക്കത്തിൽ കണ്ടില്ലേ, ആ ഒരു സന്തോഷം ഒന്നും തന്നെ നീസിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തോ ഒന്ന് ചിലപ്പോൾ അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അങ്ങനെ അവിടെ പല കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടല്ലോ, അവർക്കെല്ലാം റെസ്യൂമെ കൊണ്ട് കൊടുക്കണം. ഈ ഒരു ടീം സ്ട്രഗിൾ ചെയ്ത് തന്റെ കുറച്ച് റെസ്യൂം പലയിടങ്ങളിൽ കൊടുക്കാനായി നീസിക്ക് സാധിക്കുന്നുണ്ട്. ഇതേ ടീം അവളുടെ റൂംമേറ്റ് ആയ റോങ് ഉണ്ടല്ലോ, കൂടെ ഉണ്ടായിരുന്ന സ്വാങ്ങിനോട് എന്റെ റെസ്യൂം ഇതേ ആ ഒരു കമ്പനിക്ക് കൊണ്ട് കൊടുക്കാവോ, അത് ഭയങ്കര വലിയ കമ്പനിക്കാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ നീ തന്നെ കൊണ്ട് കൊടുക്കാനായി റോങ്ങിനോട് പറയുന്നു. അവനാണെങ്കിൽ അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നത് മുഴുവൻ നീസിയായിരുന്നു. ഇതേ ടീം കുറെ നേരം അവിടെ ഇങ്ങനെ ആ ഒരു കാര്യങ്ങൾക്ക് ശേഷം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്റെ കയ്യിൽ ഇനി 3 റെസ്യൂമെ ബാക്കിയുണ്ട്, എനിക്കത് ആർക്കും കൊടുക്കാൻ പറ്റിയില്ല എന്നല്ല നീസി പറയുമ്പോൾ ഇത് നീ കൈ വെച്ചോണ്ട് എന്തെടുക്കാൻ പോവാ, ഇങ്ങ് കൊണ്ട് തന്നും പറഞ്ഞ് അത് മേടിച്ചോണ്ട് ഏതെങ്കിലും കമ്പനിക്ക് കൊടുക്കാന്ന് കരുതി സ്വാങ് അകത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് റോങ് പറഞ്ഞ ഒരു കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയുടെ കാര്യം ഓർമ്മ വരുന്ന അവൻ ആ ഒരു കമ്പനിയുടെ അവിടേക്ക് ചെല്ലുന്നുണ്ട്. അവൻ പരിചയമുള്ള ഒരു സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു. അവൻ ആ ഒരു റെസ്യൂമെ കൊടുക്കുമ്പോഴേക്കും ഇതൊരു പെൺകുട്ടിയുടെ റെസ്യൂമെ ആണല്ലോ, ആരാടാ ഇതെന്നെല്ലാം ആ സ്റ്റാഫ് അവന് പരിചയമുള്ളത് കൊണ്ട് തന്നെ കുശലം പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ പേര് ഉറക്കെ പറയുന്നുണ്ട് നിസയെന്ന്. ആ പേര് കേൾക്കുന്ന അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ലിന്നില്ലേ ഞെട്ടി നോക്കുന്നതും അവൻ വേഗം അവിടേക്ക് എത്തി ആ റെസ്യൂമെ വാങ്ങുന്നതും ഇത് വേറൊരാളുടെ റെസ്യൂമെ അല്ലേ, എവിടെ ഇയാളെന്നെല്ലാം ചോദിക്കുമ്പോൾ കാല് വയ്യതുകൊണ്ട് പുറത്തിരിക്കുകയാണെന്നില്ല സ്വാങ് ഒരു കള്ളവും പറയുന്നു. എന്തായാലും ആ റെസ്യൂമെ ലിൻ വാങ്ങി വെക്കുന്നുണ്ട്. ഡോക്ടറായ ലിന്നിന് എന്താ ഇതുപോലെ ഒരു ജോബ് ഫെയർ നടക്കുന്നിടത്ത് കാര്യമെന്നല്ല നിങ്ങളിപ്പോ ചിന്തിക്കുന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ ആ ഒരു ആക്സിഡന്റ് നടന്നിരുന്നല്ലോ, ആക്സിഡന്റിന് ശേഷം ഡോക്ടർ എന്ന തന്റെ ജോലി മാറ്റിവെച്ച് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പാൻഷൻ കമ്പനിയിൽ ഇപ്പോ വർക്ക് ചെയ്യാണ്. എന്തായാലും അവൻ നീസയുടെ റെസ്യൂമെ വാങ്ങുന്നുണ്ട്. അവളുടെ പേര് കേട്ടതിനെ തുടർന്ന് തന്നെയാണ് അവൻ ആ റെസ്യൂമെ വാങ്ങിയതെന്ന് തീർച്ച. എന്തായാലും ആ റെസ്യൂമെ അങ്ങനെ സ്വാങ് അവിടെ ഏൽപ്പിച്ച് തിരിച്ചെത്തുമ്പോഴേക്കും റോങ് അവനോട് ആ ഒരു കമ്പനിയിൽ പരിചയമുള്ള ആളുണ്ടായിരുന്നോ, എന്നിട്ട് എന്താ എന്റെ റെസ്യൂമെ അവിടെ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ നിന്റെ റെസ്യൂമെ നിനക്ക് തന്നെ കൊടുക്കാവുന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു അവൻ അവളെ വലിയ മൈൻഡ് ചെയ്യുന്നില്ല. ഇതേ ടീം ലിൻ ഉൾപ്പെടെ ബാക്കിയുള്ളവർ ലിന്നിന് വേണ്ടി സ്വാങ് ഇങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയ ഒരു സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവനിത് എന്ത് പറ്റിയെന്ന് മനസ്സിലാവാതെ നിൽക്കാണ്. ആ ഒരു ജോബ് ഫെയർ ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും റോങ്ങിന് അവളുടെ ഫോൺ നഷ്ടമായിരുന്നു. ഈ ഒരു തിരക്കിന്റെ ഇടയിൽ പെട്ട് എങ്ങനെയും മിസ്സായതാവാം. അങ്ങനെ ആ ഒരു കമ്പനിയിൽ നിന്ന് പിന്നീട് ഇന്റർവ്യൂ കോൾ നീസയ്ക്ക് എത്തുന്നുണ്ട്. അവൾ ഭയങ്കര എക്സൈറ്റഡ് ഒന്നും ആവുന്നില്ല, ഇങ്ങനെ ഒരുമാതിരി ഭാവത്തിരിക്കുകയാണ്. പക്ഷെ ഇതറിയുന്ന റോങ്ങിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല, കാരണം അത് വലിയൊരു കമ്പനിയാണ്. അവൾ ആവശ്യപ്പെട്ടപ്പോൾ സ്വാങ് അവളുടെ റെസ്യൂമെ അവിടെ കൊണ്ടുകൊടുത്ത് ഹെൽപ്പ് ചെയ്തില്ല. പക്ഷെ നീസയെ അവൾ ചോദിക്കുക പോലും ചെയ്യാതെ സ്വാങ് അങ്ങനെ ഹെൽപ്പ് ചെയ്തതും ഇപ്പൊ അവൾക്ക് ഇങ്ങനെ ഇന്റർവ്യൂ കോൾ വന്നതൊന്നും റോങ്ങിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ എന്തായാലും ആ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി തന്റെ ഒരു ഫ്രണ്ടിന്റെ സഹായത്തോടു കൂടി നീസി ചെറുതായി തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. ഇത് കാണുന്ന ഫ്രണ്ട് ആട്ടെ അല്ല നീ സാധാരണ ഇങ്ങനെ ഒരു കാര്യത്തിനും അങ്ങനെ ക്യൂരിയസ് ആവുന്ന അല്ലല്ലോ, എന്താ ഇപ്പൊ പറ്റിയേ, ഈ ഒരു കമ്പനിയുടെ ഇന്റർവ്യൂ എന്താ സ്പെഷ്യൽ ആണെന്നല്ല നീ സ്വാങ് ഹെൽപ്പ് ചെയ്തത് കൊണ്ടാണോ എന്നറിയാനായിരിക്കാം ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുമ്പോൾ അത് പിന്നെ എപ്പോഴും എന്റെ ഫാമിലിയുടെ സഹായത്തോടു കൂടിയല്ലേ ഞാൻ എന്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളൂ. അമ്മയും അച്ഛനോ എപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാറുള്ളത് നിനക്കറിയാലോ. പക്ഷെ ഇത് ഫസ്റ്റ് ടൈം ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത്, അതിന്റെ ഒരു ക്യൂരിയസ്നെസ് ആണെന്നേ ഉള്ളൂ എന്നെല്ലാം അവളും പറയുന്നുണ്ട്. ഇതേ ടീം റോങ്ങിനായിട്ട് നീസയ്ക്ക് ഇന്റർവ്യൂ കോൾ വന്നു, തനിക്ക് ഇനി കോൾ വരാത്തത് ഫോൺ ലോസ്റ്റ് ആയതുകൊണ്ടായിരിക്കുമോ, ഷോ ഇനി എനിക്കത് നഷ്ടാവുമെന്നൊക്കെ കുറച്ച് ടെൻഷനിലാവുന്നുണ്ട്. കാരണം നീസയും ഒരുവിധം അവളുടെ റെസ്യൂമെ അവിടെ എത്തിച്ചിരുന്നു. പക്ഷെ അത് അവൾ സ്വാങ്ങിനോട് ആവശ്യപ്പെട്ടപ്പോൾ അവൻ ചെയ്തു കൊടുത്തില്ല എന്ന ഒരു കലിപ്പ് അവൾക്ക് ഇപ്പോഴും ഉണ്ട്. ആക്ച്വലി നീസിയെ ആ ഒരു കമ്പനിയിലേക്ക് ഇന്റർവ്യൂവിന് വിളിക്കുന്നത് തന്നെ ലിൻ ഇടപെട്ടിട്ടാണ്. കൂടാതെ അവന്റെ ഇടപെടൽ കൊണ്ട് തന്നെ അവിടെ ഇന്റർവ്യൂവിന് എത്തുന്ന അവളോട് ഇന്റർവ്യൂവർ അങ്ങനെ ഒരു ഭയങ്കര ഹാർഡ് ഇന്റർവ്യൂ ഒന്നും നടത്താതെ വളരെ സിമ്പിൾ ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ച് അങ്ങ് വിടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പിന്നീട് ഫ്രണ്ട്സിനോട് അവൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതൊക്കെ കേട്ട് കുശുമ്പ് കൊണ്ട് റോങ് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് റോങ് ആകട്ടെ സ്വാങ്ങിന്റെ വീട്ടിലേക്ക് അവനെ കാണാനായി പോയി. അപ്പോഴേക്കും സ്വാങ് ആകട്ടെ അനിയന്റെ കൂടെ പുറത്തു പോയിട്ട് വരായിരുന്നു. സ്വാങ്ങിനോട് റോങ് ചോദിക്കുന്നത് നിന്റെ ഒരു സീനിയർ ഇല്ലേ ആ ഒരു കമ്പനിയിൽ, ആക്ച്വലി എനിക്ക് അവിടെ എന്റെ റെസ്യൂമെ വെച്ച് ഇന്റർവ്യൂ ലഭിക്കേണ്ടതായിരുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഇന്റർവ്യൂ കോൾ വന്നതും ഇല്ല, എനിക്ക് അതിന്റെ കാര്യം അറിയണം, നീ ഒന്ന് അന്വേഷിക്കണമെന്ന് പറയുന്നു. പിന്നീട് അടുത്ത ദിവസം രാവിലെ തന്റെ ഫ്രണ്ടിന്റെ കൂടെ ഭയങ്കര ഹാപ്പിയായി സംസാരിച്ച് നീസി നടന്നു വരുമ്പോ ഇവരുടെ തന്നെ റൂംമേറ്റ് ആയ മറ്റൊരു ഫ്രണ്ടുമായി റോങ് അവിടെ നീസിയെ കാണാനായി നിൽപ്പുണ്ടായിരുന്നു. അവളെ കണ്ടപാടെ നീ എന്നോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്നൊക്കെ ഭയങ്കര
ഒരു കലിപ്പില് റോങ് സംസാരിക്കുമ്പോൾ എന്താണെന്ന് നീസിക്ക് മനസ്സിലായില്ല. ഈ ടൈം കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ഞാൻ പറയാമെന്നും പറഞ്ഞു ഓൾറെഡി നീസിക്ക് ഇന്റർവ്യൂ കോൾ വരുന്നതിന് മുന്നേ തന്നെ ആ ഒരു കമ്പനിയിൽ നിന്ന് റോങ്ങിന് ഇന്റർവ്യൂ കോൾ വന്നിരുന്നെന്നും അത് പക്ഷേ അറ്റൻഡ് ചെയ്ത നീസി പിന്നീട് അതിനെപ്പറ്റി റോങ്ങിനെ അറിയിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് റോങ്ങിന് ഇന്റർവ്യൂ ഇപ്പൊ നഷ്ടമായത് എന്ന കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് അങ്ങനൊന്നും ഒരു കാര്യം അറിയില്ല, ഇത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് നീസി പറയുമ്പോൾ റോങ് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നുണ്ട്. നീ കള്ളം പറയണ്ട, മൺഡേ എനിക്ക് ഇന്റർവ്യൂ കോൾ വന്നിരുന്നു, എന്റെ ഫോൺ ആക്ച്വലി നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ എന്റെ ഹോസ്റ്റലിന്റെ നമ്പറാണ് ഞാൻ കൊടുത്തിരുന്നത്. പക്ഷെ മൺഡേ ആ കോൾ വന്നിട്ട് ഞാനോ നമ്മുടെ മറ്റു റൂംമേറ്റ്സോ അവിടെ ഉണ്ടായിരുന്നില്ല, നീ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, നീയാണ് കോൾ അറ്റൻഡ് ചെയ്തത്, പക്ഷെ നീ അതെന്നെ അറിയിച്ചിരുന്നില്ല, എനിക്ക് അവിടെ ജോലി കിട്ടുന്നത് നിനക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നീ എന്നെ അറിയിച്ചിരുന്നില്ല എന്നല്ല ഭയങ്കരമായി തന്നെ അവൾ ഷൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, എനിക്ക് അറിയില്ല, ഞാൻ അങ്ങനെ ഒരു കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല, അന്ന് അങ്ങനെ ഒരു കോൾ വന്നിട്ടും ഇല്ല എന്നല്ല നീസി പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ മറ്റൊരു കാര്യം നടന്നിരുന്നു. ആക്ച്വലി മറ്റൊരു കമ്പനിയിൽ നിന്ന് ഫിനാൻസ് പൊസിഷനിലേക്കുള്ള ഒരു ഇന്റർവ്യൂവിനുള്ള ഓഫർ നീസിക്ക് വന്നിരുന്നു. അവൾ ആക്ച്വലി മുന്നേ അറ്റൻഡ് ചെയ്ത ആ ഒരു വലിയ കമ്പനിയുടെ ഇന്റർവ്യൂവിനേക്കാൾ ഈ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം മറ്റേ ഒരു കമ്പനി ഒരു പക്ഷേ തന്റെ ആ ഒരു ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട്, ഒരു ബിസിനസ് ഫാമിലി ആണല്ലോ, ഈ കമ്പനിയുമായി അതിന് ടൈപ്പ് ഒക്കെ ഉണ്ട്, അപ്പൊ അതുകൊണ്ടാകാൻ തനിക്ക് ജോലി അവിടെ ഫോർമൽ ആയ രീതിയിൽ ഇന്റർവ്യൂ ഒന്നും നടത്താതെ വളരെ ഇൻഫോർമൽ ആയ രീതിയിൽ ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തി സെറ്റ് ചെയ്യുന്നതെന്ന് അവൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര വലിയൊരു കമ്പനി അല്ലെങ്കിൽ പോലും മറ്റൊരു കമ്പനിയിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയി അവൾക്ക് ഒരു ഇന്റർവ്യൂ ലെറ്റർ വരുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആക്ച്വലി അവൾ ആ ഒരു ഹാപ്പിനെസ്സിലാണ് ഇപ്പൊ രാവിലെ ഫ്രണ്ട്സിനോട് അത് പറയാനേ വരുന്നത്, പക്ഷെ വരുമ്പോൾ കേൾക്കുന്നത് ഇത്തരം ഒരു ആരോപണവുമാണ്. അങ്ങനെ ഞാനിങ്ങനെ സ്വാങ്ങിനെ കൊണ്ട് അന്വേഷിച്ചപ്പോൾ അവന്റെ സീനിയർ വഴി എനിക്ക് അറിയാനായി കഴിഞ്ഞത് തീർച്ചയായും എനിക്ക് അവിടെ നിന്ന് ഒരു കോള് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. നീ മനഃപൂർവ്വം നിനക്ക് അവിടെ ജോലി കിട്ടാൻ എന്റെ അവസരം നഷ്ടപ്പെടുത്താനുമായി നീ ഇത്തരം ഒരു പണി ഒപ്പിച്ചതാ, നിന്റെ ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് നീ ഓരോന്ന് മനുഷ്യനെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെ റോങ് ദേഷ്യപ്പെടുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയുന്ന നീസി വേഗം തന്നെ അവളുടെ ഫോൺ എടുത്ത് ഞാൻ അവിടുത്തെ HR-നെ വിളിച്ച് ചോദിക്കാം, അങ്ങനെ ഒരു സംഭവം ഞാൻ ഇടപെട്ട് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞ ഫോൺ എടുക്കുന്നുണ്ടെങ്കിലും അവൾ എങ്ങനെ HR-നെ ഒക്കെ വിളിച്ച് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, തനിക്ക് ഒരു കമ്പനിയിൽ തന്റെ ഫാമിലിയുടെ ഹോൾഡ് കാരണം അങ്ങനെ പെട്ടെന്ന് HR-നെ ഡയറക്റ്റ് ആയി വിളിക്കാൻ പറ്റുന്നതാണെന്ന് ഇവരുടെ മുമ്പിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കണ്ട, അത് ശരിയാവില്ല എന്ന് തോന്നുന്ന അവൾ വേഗം തന്നെ തെറ്റായ ഒരു നമ്പർ ഡയൽ ചെയ്താണ് വിളിക്കുന്നത്. കോൾ കിട്ടിയില്ല എന്നത് പറയാമെന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി അവൾ അങ്ങനെ ഒരു കോൾ അറ്റൻഡ് ചെയ്യോ അത് മറച്ചു വയ്ക്കോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആള് കളിച്ച് ഇവരുടെ മുമ്പിൽ ഇങ്ങനെ ചെയ്യണ്ടെന്നുള്ള രീതിക്ക് അവൾ നോർമൽ ആയ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും അവൾ ഡയൽ ചെയ്യുന്നത് റോങ് നമ്പർ ആണ് എന്നത് അങ്ങോട്ട് ഈ ഒരു സംസാരമൊക്കെ കേട്ട് നിൽപ്പുണ്ടായിരുന്ന സുവാങ് വേഗം ഫോൺ തട്ടിപ്പറിച്ച് കാണുകയും അത് ഉറക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഉടനെ റോങ് ഉൾപ്പെടെ അവിടെ അവളെ പുച്ഛിച്ച് സംസാരിക്കുന്നുണ്ട്. ദേ കണ്ടില്ലേ കള്ളി, അവൾ ഫോൺ വിളിക്കുന്നു എന്ന രീതിക്ക് നമ്മളെയൊക്കെ പറ്റിക്കാൻ നോക്കുന്നത് കണ്ടില്ലേ, ഇവള് തന്നെയാണ് അത് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി അവിടെ സംസാരിക്കുമ്പോൾ ആക്ച്വലി സുവാങ് ഇപ്പൊ ഫോൺ തട്ടിപ്പറിച്ച് ദേ ഇവള് റോങ് നമ്പർ ആണ് ഡയൽ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ കളിയാക്കി സംസാരിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ഈ കൂടെ നിൽക്കുന്നവർ അങ്ങനെ പറയുന്നതിലും സുവാങ് എന്തുകൊണ്ട് തന്നെ ഇങ്ങനെ മറ്റുള്ളവരുടെ കൂടെ കൂടി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു എന്നത് അവളെ ഭയങ്കര സങ്കടപ്പെടുത്തിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കരമായി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ അവൾ ആകെ സങ്കടത്തിൽ അവിടെ നിന്ന് പോകുന്ന സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. മറ്റേ കസിന്റെ വീട്ടിലിരുന്ന് നീസി അവിടെ വെച്ച് ആദ്യമായി സുവാങ്ങിനെ കണ്ട സീൻ ഓർമ്മയില്ലേ, അവനെ കണ്ട് ഭയങ്കരമായി ക്രഷ് അടിച്ചവൾ അവനെ പറ്റി അന്വേഷിക്കുമ്പോൾ അവൾ പഠിക്കുന്ന അതേ കോളേജിലെ ഒരു ടോപ്പ് സ്റ്റുഡന്റ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. കൂടാതെ അവനെ കാണാനും മറ്റുമായി അവളാകട്ടെ ഹോസ്റ്റലിലേക്ക് താമസം മാറുന്നുണ്ട് അങ്ങളുടെ വീട്ടിൽ നിന്ന്. അങ്ങനെ അപ്പോഴാണ് അവൾ ഈ റോങ്ങിന്റെയും ബാക്കി പെൺകുട്ടികളുടെയും റൂംമേറ്റായി മാറുന്നത്. അവിടെ എത്തുമ്പോൾ അവൾക്ക് റോങ്ങും ഈ സുവാങ്ങും പണ്ടുതൊട്ടേ അറിയാവുന്നവരാണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണെന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നു. അതേപോലെ തന്നെ ഇവർക്കിടയിൽ ഈ ഡേറ്റിംഗ് എന്ന ഒരു കണക്ക് ഒരു റൂമർ ഉണ്ട് എന്ന് കാണുന്നവൾ അതിനെപ്പറ്റി റോങ്ങിനോട് തന്നെ ചോദിച്ചിരുന്നു, അവളും സുവാങ്ങും തമ്മിൽ എങ്ങാനും ഡേറ്റിംഗ് ആണോ എന്ന്. അങ്ങനൊന്നും അല്ലാന്ന് റോങ് പറഞ്ഞ ആ ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് അവൾ സുവാങ്ങിനോടുള്ള ഇഷ്ടം അവളോട് നേരിട്ട് ഒരു ദിവസം പ്രപ്പോസ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ അവൻ ഓൺ ദ സ്പോട്ട് അവളെ റിജക്ട് ചെയ്തു, അവളോട് അങ്ങനെ ഒരു താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴും നിരാശപ്പെടാതെ ഇപ്പൊ താല്പര്യം ഇല്ലേലും സാരമില്ല, എന്തായാലും ഒരു ദിവസം താല്പര്യം വരുമല്ലോ എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ ഹാപ്പി ആയിട്ട് അവളുടെ വൺ സൈഡ് ലവുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ വേറെ ഒരു റൂമർ ഉണ്ടാവുന്നു. സ്വാങ്ങിന്റെയും റോങ്ങിന്റെയും റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി നീസി നോക്കുന്നു എന്ന രീതിക്ക് അവൾക്ക് അത് ഭയങ്കര സങ്കടമായിരുന്നു. എന്തായാലും അവൾ വേഗം തന്നെ സ്വാങ്ങിന് മെസ്സേജ് അയക്കുന്നുണ്ട്, സ്വാങ്ങിന് റോങ്ങിന് ഇഷ്ടമായിരുന്നോ, അത് അറിയാതെയാണ് ഞാൻ പ്രപ്പോസ് ചെയ്തത്, സോറി എന്നെല്ലാം പറഞ്ഞു. പക്ഷെ അവൻ ഒരു റിപ്ലൈയും അവൾക്ക് അയച്ചിരുന്നില്ല. അങ്ങനെ ഒരു ഇഷ്ടമില്ലാന്ന് മനസ്സിലാക്കിയിട്ടാണ് അവൾ പ്രപ്പോസ് ചെയ്തത്. പക്ഷെ ഇങ്ങനെ റൂമർ വന്നപ്പോഴും അവളുടെ ഭാഗത്ത് ആ ഒരു നിരപരാധിത്വം തെളിയിക്കാനൊന്നും ഇവരാരും മെനക്കെട്ടിട്ടില്ല. ഇതേ കണക്കാണ് എപ്പോഴും അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ അവളെ ഒന്ന് ആശ്വസിപ്പിച്ച് കൂടെ നിൽക്കാതെ എപ്പോഴും ആ പ്രശ്നം വഷളാക്കുന്ന രീതിക്കാണ് അവൻ പെരുമാറാറുള്ളത് എന്ന് അവൾ ഓർക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അവൾ ആ ഒരു കമ്പനിയിൽ അവളുടെ റെസ്യൂമെ കൊടുത്തില്ല, പക്ഷെ ഇവനാണ് അവളുടെ റെസ്യൂമെ അവിടെ കൊണ്ട് കൊടുത്ത് ഇതേ ഇപ്പൊ റോങ്ങും അവളും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയതും ആ ഒരു ഫോൺ അവൾ റോങ് നമ്പർ മനഃപൂർവ്വം ഡയൽ ചെയ്യുന്നു എന്നത് മറ്റുള്ളവർ മുമ്പിൽ വിളിച്ചു കൂവി കാണിച്ചതും അവൾ അതൊക്കെ ഓർത്ത് ഭയങ്കര സങ്കടത്തിൽ അങ്ങനെ അന്ന് ഹോസ്റ്റൽ റൂമിലേക്ക് പോവാതെ നേരെ അങ്കിളുടെ വീട്ടിൽ പോകുന്നുണ്ട്. ഭയങ്കര സങ്കടത്തിൽ അവൾ വരുന്നത് കണ്ട് കസിൻ പയ്യനാട്ടെ വീണ്ടും സുവാങ് റിജക്ട് ചെയ്തോ എന്നൊക്കെ ചോദിച്ച് അവളെ കളിയാക്കുന്നുണ്ടായിരുന്നു. സുവാങ്ങിനോട് അവൾക്കുള്ള ഇഷ്ടം ഈ കസിന് പോലും അറിയാം. എന്തായാലും നീ ഒന്ന് പോയെന്ന് പറഞ്ഞ് അവനെ ഓടിച്ചുവിട്ട് റൂമിൽ വന്ന് അങ്ങനെ വളരെ സങ്കടത്തിലിരിക്കുന്നവൾ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. ഹോസ്റ്റലിലേക്ക് റോങ്ങിനുള്ള ഇന്റർവ്യൂ കോള് വന്നിരുന്നെങ്കിൽ അതപ്പോ അറ്റൻഡ് ചെയ്തത് ആരായിരിക്കും? എന്തായാലും റോങ് പറയുന്ന കണക്ക് താൻ അത് അറ്റൻഡ് ചെയ്തിട്ടില്ല, താൻ ആ കാര്യത്തിൽ തീർത്തും നിരപരാധിയാണ്. ഒരിക്കലും റോങ്ങിന്റെ അവസരം തട്ടിയെടുത്ത് താൻ അത് നേടണമെന്ന് കരുതുന്ന ഒരാളെയല്ല താൻ. എന്നിട്ട് തന്നെ എന്തിനിങ്ങനെ കുറ്റപ്പെടുത്തണം? ആരായിരിക്കും അന്ന് ആ കോൾ അറ്റൻഡ് ചെയ്ത്
ചെയ്ത് റോങ്ങിന്റെ അവസരം നഷ്ടപ്പെടുത്തിയത്? അതൊന്നും അറിയണമല്ലോ. തന്റെ ഈ ഒരു നെഗറ്റീവ് ആരോപണം മാറ്റിയെടുക്കണമെങ്കിൽ സത്യാവസ്ഥ തെളിയണം. അത് താൻ തന്നെ അന്വേഷിക്കണമെന്ന് അവൾ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഹോസ്റ്റലിലെത്തി അവിടെ വരുന്ന ഫോൺ കോളിന്റെ, അതായത് ആ ഒരു സ്പെസിഫിക് ഡേറ്റിൽ വന്നിട്ടുള്ള ഫോൺ കോളിന്റെ ഡീറ്റെയിൽസ് പരിശോധിക്കുകയും CCTV ഒക്കെ പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതേ ടൈം ഈ ഹോസ്റ്റൽ റൂമിലെ ഒരു പെൺകുട്ടി അന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവിടെ എത്തുന്നത്. അവളാകട്ടെ വരുമ്പോൾ അവൾക്ക് ഇവിടെ നടന്നിരുന്ന സംഭവങ്ങളെ പറ്റി ഒന്നും തന്നെ അറിയില്ലല്ലോ. അവളുടെ പേര് ഫെങ് എന്നാണ്. ഫെങ് ആക്ച്വലി ഇല്ലാത്ത ടീമാണ്. റോങ്ങും നീസിയും തമ്മിൽ ആ ഒരു സംസാരമൊക്കെ നടന്നു. അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോൾ ഈ കാര്യം അറിയുമ്പോൾ ആകെ ഷോക്ക് ആവുന്നുണ്ട്. നിങ്ങൾ എന്ത് ഈ പറയുന്നത്? ആക്ച്വലി റോങ് ഇല്ലാത്ത ടീം അവൾക്ക് വേണ്ടി വന്ന ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തത് ഞാനാണ്, അല്ലാതെ നീസി അല്ല. നീസി ഇവിടെ ഉണ്ടായിരുന്നില്ല. അവൾ ലൈബ്രറിയിലായിരുന്നു. ആ ടീം ഉണ്ടായിരുന്നു. ഞാൻ മാത്രമായിരുന്നു റൂമിൽ ഉണ്ടായിരുന്നത്. ഞാനന്ന് റൂമിൽ നിൽക്കാൻ പ്ലാനിലായിരുന്നു. നിങ്ങളൊക്കെ വീട്ടിൽ പോയി കണക്ക് ഞാനും പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ എനിക്ക് അന്ന് തിരിച്ച് റൂമിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെ ഞാൻ വന്നപ്പോൾ ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തു. റോങ് ഇവിടെ ഇല്ലെന്ന് ഞാൻ അവരെ അറിയിച്ചപ്പോൾ അവർ തിരിച്ച് റോങ്ങിനെ വിളിച്ചോളാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ അവർ വിളിച്ചോളൂ അവളെ എന്ന് കരുതി അവളോട് ഈ കാര്യം പറയാതിരുന്നത്. അല്ല, നീസിക്ക് ഇതിൽ ഒരു പങ്കുമില്ലാന്ന് റൂമിലുള്ളവരോട് പറയുകയും ഒപ്പം തന്നെ ഹോസ്റ്റലിലെ ബാക്കിയുള്ളവരെ ഈ കാര്യം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അപ്പോഴേക്കും റോങ്ങിന്റെ ചാൻസ് നീസി നഷ്ടപ്പെടുത്തി എന്ന രീതി റോങ് നീസിയെ പറ്റി ഭയങ്കരമായി തന്നെ അവിടെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ എല്ലാവരുടെ മുന്നിൽ നീസിയെ പറ്റിയുള്ള ആ ഒരു തെറ്റിദ്ധാരണ ഫെങ് മാറ്റുന്ന സമയത്ത് നീസി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവൾ അപ്പോഴേക്കും കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. കൂടാതെ അവൾ ആ ഒരു കമ്പനിയിൽ വിളിച്ച് ഇതിനെപ്പറ്റി അന്വേഷിച്ച് അതിന്റെ കോൾ റെക്കോർഡും ഇവിടെ കേൾപ്പിക്കുന്നുണ്ട്. ആ ദിവസം റോങ്ങിന് വേണ്ടി കോൾ വന്ന ടീം നീസി ലൈബ്രറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുള്ള ടാക്സി റെസിപ്റ്റും അവൾ കാണിക്കുന്നുണ്ട്. അതായത് ഇന്ന സമയത്താണ് അവൾ ടാക്സിയിൽ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വന്നതെന്ന് പ്രൂവ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ കോൾ റെക്കോർഡിലും പറയുന്നുണ്ട് ആക്ച്വലി HR മാനേജർ റോങ് അവളുടെ ഫോൺ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അവളെ കോൺടാക്ട് ചെയ്യാനായി ഹോസ്റ്റലിലെ നമ്പർ കൊടുത്തപ്പോൾ അത് വിളിച്ചിരുന്നു. പിന്നെ ഫെങ് പറഞ്ഞ കണക്ക് ആ ടീം റോങ് അവിടെ ഇല്ലാത്തതുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്ത ഫെങ് റോങ് ഇവിടെ ഇല്ല എന്ന കാര്യം അറിയിച്ചപ്പോൾ പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞ് അവർ കോൾ കട്ട് ചെയ്തെങ്കിലും പിന്നീട് വിളിക്കുന്ന കാര്യം ആക്ച്വലി അവർ മറന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നെ ഒരു ഇഷ്യൂ ആക്കണ്ടെന്ന രീതിക്ക് അവരുടെ ഭാഗത്ത് ആ തെറ്റ് മറയ്ക്കാനായിട്ടാണ് അവർ പിന്നെ വിളിക്കാൻ മറന്നതാണെന്നത് അവിടെ പറയാതിരുന്നത്. പക്ഷെ ഇത് ഇഷ്യൂ ആണെന്ന് കണ്ടപ്പോൾ ഇപ്പൊ അവർ തന്നെ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും തന്റെ ഭാഗത്ത് തെറ്റില്ലാന്ന് പ്രൂവ് ചെയ്യാനായി നീസിക്ക് അവിടെ സാധിക്കുന്നുണ്ട്. അവളുടെ ബാക്കി ഫ്രണ്ട്സ് ഒക്കെ അവളോട് ഭയങ്കരമായി തന്നെ അവളെ തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ സോറി പറയുന്നുണ്ട്. ഇതേ ടീം സുവാങ്ങും നീസി മനഃപൂർവ്വം റോങ്ങിന്റെ അവസരം തട്ടിയെടുത്തതല്ല എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവനും തെറ്റ് പറ്റിയല്ലോ എന്നൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. ഈ സമയം അവിടേക്ക് സുവാങ്ങിന്റെ അമ്മ എത്തുന്നുണ്ട്. അമ്മ റോങ്ങിനെ പറ്റിയാണ് അവനോട് സംസാരിക്കുന്നത്. ഇവരുടെ വളരെ പാവപ്പെട്ട ഒരു ഫാമിലിയാണ്. പക്ഷെ റോങ് അത്യാവശ്യം കാശൊക്കെ ഉള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ ഇവനിപ്പോ പഠനം കഴിഞ്ഞ് നല്ലൊരു സ്ഥലത്ത് ജോലിയൊക്കെ സെറ്റ് ആയിട്ടിരിക്കുകയാണല്ലോ. എന്തായാലും റോങ് ഒക്കെ ആഗ്രഹിക്കുന്ന കണക്ക് നീ അവളെ കല്യാണം കഴിച്ച് സെറ്റ് ആവണം. കാരണം അവരുടെ ഫാമിലി നമ്മുടെ ഫാമിലിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനൊരു നന്ദി എന്ന രീതിക്ക് നീ അവളെ കല്യാണം കഴിക്കണം എന്നൊക്കെ അമ്മ അവനോട് ആവശ്യപ്പെടുമ്പോൾ അവൻ അതിൽ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ നിസ്സഹായനായി അമ്മ എന്തി പറയുന്നതെന്നൊക്കെ ഭയങ്കര സങ്കടത്തിൽ അത് കേട്ടോണ്ടിരിക്കുകയാണ്. അവൻ ആക്ച്വലി റോങ്ങിനെ കല്യാണം കഴിക്കാനൊന്നും തീരെ താല്പര്യമില്ല. അവളുമായി അവന് അങ്ങനത്തെ ഒരു റിലേഷനും ഇല്ല. പക്ഷെ അവന്റെ ഫാമിലിയെ അവളുടെ ഫാമിലി കുറെ സഹായിച്ചിട്ടുണ്ട് എന്ന ഒരു കാര്യം പറഞ്ഞ് അവനെ അവളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ കുടുക്കിയിടാൻ നോക്കാണ്. അതുകൊണ്ടാണ് അവൻ വളരെ നിസ്സഹായനായി അവളുടെ കാര്യങ്ങളിൽ അങ്ങനെ ഇടപെട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ നീസിക്ക് അറിയില്ല. എന്തായാലും അവൾക്കിപ്പോ അവളുടെ മേലിൽ വന്ന വലിയൊരു തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാനേ സാധിച്ചു. നീസി സ്വാങ്ങിനെ ഇഷ്ടപ്പെടുന്നു. സ്വാങ്ങിനെ സ്വന്തമാക്കാനായി നീസിയെ ശത്രുവായി ഇപ്പോൾ കാണുന്ന റോങ് നടക്കുന്നു. സ്വാങ്ങിന് ആക്ച്വലി നീസിയോട് ഒരു താല്പര്യമുണ്ട്. പക്ഷെ അത് വെളിപ്പെടുത്താനായി അവന് സാധിക്കുന്നില്ല. ഇതിന്റെ ഇടയിൽ നീസിയെ തന്നിലേക്ക് എത്തിക്കാനായി ശ്രമിച്ചുകൊണ്ട് നമ്മുടെ കഥാനായകനായ ലിങ്ങും ഉണ്ട്. നോക്കുമ്പോൾ പറഞ്ഞ കണക്ക് എന്തൊക്കെയോ അവൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ അയച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാണുന്നത് നീസി അവളുടെ പ്രൊഫസറിന്റെ അടുത്തേക്ക് പോകുന്നതാണ്. ഗ്രാജുവേഷൻ തീസിസ് അവൾ സബ്മിറ്റ് ചെയ്തിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ ഫീഡ്ബാക്ക് കേൾക്കാനായിട്ടാണ് അവൾ പോകുന്നത്. അവൾ അവിടെ എത്തുമ്പോഴേക്കും അതേ പ്രൊഫസറിനോട് സംസാരിച്ച് ഓൾറെഡി സ്വാങ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ആ ഒരു സംഭവങ്ങൾക്ക് ശേഷം അവൾക്ക് സ്വാങ്ങിനെ ഫേസ് ചെയ്യാനൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും പ്രൊഫസറായിട്ട് അവളോട് ഭയങ്കരമായിട്ട് അവൾ സബ്മിറ്റ് ചെയ്ത ആ ഒരു തീസിസ് കൊള്ളില്ലെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. കൂടാതെ അത് റെഡിയാക്കി പിന്നീട് എപ്പോഴേലും സബ്മിറ്റ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ ഒരു 2-3 മാസമേ ഉള്ളൂ അവളുടെ ഒരു കോളേജ് പഠനം തീരാനായി. പക്ഷേ ഈ പ്രൊഫസർ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഈ പഠനം തീരുമ്പോഴേക്കും അത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല. പഠനം കഴിഞ്ഞു ഇതിന്റെ പുറകെ നടക്കേണ്ടി വരുമെന്ന് അവൾക്ക് ടെൻഷൻ ആവുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന സ്വാങ് ആകട്ടെ അവൻ നല്ലൊരു പഠിക്കുന്ന വിദ്യാർത്ഥി ആയതുകൊണ്ടാകാം ആ ഒരു സ്വാതന്ത്ര്യത്തിലെ പ്രൊഫസറിനോട് നീസിക്ക് വേണ്ടി സംസാരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് കേൾക്കുന്ന നീസിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നീയൊന്നും എനിക്ക് വേണ്ടി സംസാരിക്കേണ്ടെന്ന് അവൾ അവിടെ പ്രൊഫസർ ഉണ്ടല്ലോ എന്നതുപോലും ആലോചിക്കാതെ പെട്ടെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന പ്രൊഫസർ അവളോട് ദേഷ്യപ്പെടുന്നു. ഒരു തീസിസ് പോലും മര്യാദയ്ക്ക് സബ്മിറ്റ് ചെയ്യാറില്ല എന്നിട്ടാണോ ഇവനെ പോലെ ഒരു ടോപ്പ് സ്റ്റുഡന്റിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന്. അത് കേൾക്കുന്ന അവൾ സോറി സാർ എന്ന് പറയുമ്പോഴേക്കും അയാൾ അവളെ അവിടെ നിന്ന് പോകാനേ പറയുന്നു. തുടർന്ന് അവൾ ഭയങ്കര അപ്സെറ്റ് ആയിട്ടാണ് തിരിച്ച് അങ്കിളുടെ വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ അടുത്ത ദിവസമായിട്ട് ഈ ഒരു തീസിസ് എങ്ങനെ റെഡിയാക്കും എന്ന് ഒരു പിടുത്തം ഇല്ലാണ്ട് അവൾ ഇരിക്കുമ്പോഴേക്കും എന്ത് പറ്റി വീണ്ടും സ്വാങ് സങ്കടപ്പെടുത്തി എന്നൊക്കെ ചോദിച്ച് കസിൻ അവളെ കണ്ട് കളിയാക്കുമ്പോൾ നീ ഒന്ന് പോയി ഞാൻ ഈ തീസിസ് റെഡിയാക്കാനായി തല പുകച്ചോണ്ടിരിക്കുകയാണെന്ന് അവൾ പറയുന്ന ടീമാണ് അവൾക്ക് ഒരു കോൾ വരുന്നത്. നമ്പർ കാണുമ്പോൾ അതൊരു അൺനോൺ നമ്പർ ആണെങ്കിലും ആ നമ്പർ കാണുമ്പോൾ അത് ഹോസ്റ്റലിൽ നിന്ന് ആരോ വിളിക്കുന്നതാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് അവൾ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വിളിച്ചിരിക്കുന്നത് മറ്റാരുമല്ല സ്വാങ് ആണ്. നിന്റെ തീസിസിന് വേണ്ടിയുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്, ചെക്ക് ചെയ്യണം
ചെയ്യണമെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അവളെടുത്ത് അവൾ നോക്കുമ്പോഴേക്കും അത്യാവശ്യം വേണ്ടതെല്ലാം അതിലുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ടെന്നും കൂടി പറഞ്ഞാണ് അവൻ കോൾ കട്ട് ചെയ്യുന്നത്. അവൾ വേഗം അതെല്ലാം നോക്കുമ്പോൾ ശരിയാണ്, അവൾക്ക് അതെല്ലാം യൂസ്ഫുൾ ആവും എന്തായാലും അവൾ. പക്ഷെ എന്തുകൊണ്ടോ അവന് പെട്ടെന്ന് അതേ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുന്നുണ്ട്. പക്ഷെ ഇത്തവണ കോൾ എടുക്കുന്നത് മറ്റൊരാളാണ്. സ്വാങ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ സ്വാങ്ങിന്റെ റൂംമേറ്റ് ആയ കോൾ അറ്റൻഡ് ചെയ്ത പയ്യൻ സ്വാങ് ഉറങ്ങാൻ പോയി എന്ന് പറയുന്നു. ഈ സമയത്തോ എന്തെങ്കിലും അവൾ ഈ പകലെന്തിരി ഇവനെ ഉറങ്ങുന്നതെന്ന് മനസ്സിലാവാൻ ചോദിക്കുമ്പോൾ നൈറ്റ് ഫുൾ അവൻ എന്തൊക്കെയോ ഡേറ്റ കളക്ട് ചെയ്യുന്നതിന്റെ തിരക്കില് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ക്ഷീണിച്ച് ഉറങ്ങാൻ പോയതാണെന്ന് പറയുമ്പോൾ അവൻ കഴിഞ്ഞ ദിവസം തന്നെ പ്രൊഫസർ വഴക്ക് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ കേട്ട് രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് തനിക്ക് വേണ്ടി ഇത് ചെയ്തതാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും ഇവിടെ ഫോൺ സംഭാഷണം കേട്ട് എഴുന്നേക്കുന്ന സ്വാങ് ഫോൺ വാങ്ങി എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഡൗട്ട് ഉണ്ടോ എന്നെല്ലാം നീസയോട് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞവൾ പെട്ടെന്ന് കോള് കട്ട് ചെയ്യുന്നു. ഇവനെന്തിനാ എനിക്ക് തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ഒരുപക്ഷെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഇൻസിഡന്റിന്റെ പുറത്ത് അവന് കുറ്റബോധം തോന്നിയിട്ടായിരിക്കുമോ എന്നൊക്കെ അവളും ചിന്തിക്കുന്നുണ്ട്. ആക്ച്വലി അവന്റെ കളിക്കൂട്ടുകാരിയൊക്കെ ആയ റോങ് ആണല്ലോ നീസയ്ക്ക് അത്രയും സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തത്. അവളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു സ്വാങ് അപ്പോ പെരുമാറിയത്. ഒരുപക്ഷെ നീസയ്ക്ക് വേണ്ടി ഇവൻ ഇങ്ങനെ മാപ്പ് ചോദിക്കുന്നതാണെങ്കിൽ അതിന്റെ ആവശ്യം എനിക്കില്ലാന്ന് തോന്നി അവൾ ആ ഒരു മെറ്റീരിയൽസ് ഒക്കെ സത്യത്തിൽ യൂസ് ചെയ്യാതെ ഡിലീറ്റ് അടിക്കുകയാണ്. എന്തായാലും ആ മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്യാതെ ഏതാണ്ട് ഒരു മാസം സ്വന്തമായി തന്നെ ഹാർഡ് വർക്ക് ചെയ്തവൾ അവളുടെ തീസിസ് റിവൈസ് ചെയ്ത് ആ ഒരു ഡ്രാഫ്റ്റ് പ്രൊഫസറെ കാണിക്കുമ്പോഴേക്കും അദ്ദേഹം അത് മുന്നേ അവൾ കൊണ്ടുവന്നതിനേക്കാൾ ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രശംസിക്കുകയും ഒപ്പം തന്നെ ഒരു മിഡ് ജൂൺ ഒക്കെ ആകുമ്പോഴേക്കും തീസിസിന്റെ കാര്യങ്ങളൊക്കെ അവൾക്ക് കംപ്ലീറ്റ് ചെയ്ത് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ അവൾക്ക് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അന്ന് വലിയൊരു ആശ്വാസത്തിലാണ് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. കാരണം അവളുടെ മുന്നിലെ വലിയൊരു കടമ്പയായിരുന്നു ഈ തീസിസ് കംപ്ലീറ്റ് ചെയ്യുക എന്നത്. അങ്ങനെ അതിന്റെ കുറച്ചൊക്കെ ഇപ്പൊ ടെൻഷൻ കുറഞ്ഞ സന്തോഷത്തിൽ പുറത്തിറങ്ങുന്ന അവൾ അവിടെ മറ്റു സ്റ്റുഡൻസ് ഒക്കെ അവരുടെ ഗ്രാജുവേഷൻ ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന കണ്ട് ഹാപ്പി ആവുന്നുണ്ട്. താനും ഒരു ദിവസം ഇതിലൂടെ ഇനി കടന്നു പോകുമല്ലോ എന്ന ഒരു സന്തോഷം. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് നീസി അവളുടെ കസിനായ ജിയാങ്ങിന്റെ കൂടെ അവന്റെ കോളേജ് എൻട്രൻസ് എക്സാം അവനെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കാനായി പോവാണ്. അവനാണ് എക്സാം എഴുതുന്നതെങ്കിലും ആ എക്സാം എഴുതാൻ പോവുകയാണെന്ന് യാതൊരു ടെൻഷനും അവനില്ല. അവൻ കൂളായിട്ടിരിക്കുകയാണ്. ഇവൾക്കാണ് ടെൻഷൻ മുഴുവൻ. എന്തായാലും നിനക്ക് എന്താണ് ഒരു ടെൻഷൻ പോലും ഇല്ലാത്തത്, നിന്റെ ടെൻഷൻ മൊത്തം എനിക്കാണല്ലോ എന്നല്ല അവൾ പറയുമ്പോഴേക്കും ഒരു സർപ്രൈസ് ഞാൻ കാത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് അവൻ എക്സാമിന്റെ അവിടേക്ക് അവളെയും കൊണ്ട് പോകുന്നത്. അങ്ങനെ എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും അവൾ എന്ത് സർപ്രൈസ് എന്ന് മനസ്സിലാവാൻ ചോദിക്കുമ്പോൾ അയ്യോ കണ്ടില്ലേ എന്ന് ചോദിച്ചവൾ നിൽക്കുന്നിടത്ത് തന്നെ പരതുന്നവൻ ഒരു പയ്യൻ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. അവന്റെ പേര് ഫേ എന്നാണ്. ഇത് മറ്റാരും അല്ല സ്വാങ്ങിന്റെ അനിയനാണ്. ഈ സ്വാങ്ങിന്റെ അനിയൻ നമ്മുടെ നീസയുടെ കസിനായ ജിയാങ്ങിന്റെ ഫ്രണ്ട് ആണ്. അവർ ഒന്നിച്ചാണിപ്പോ ഈ ഒരു എൻട്രൻസ് എക്സാം ഇവിടെ എഴുതിയത്. എന്തായാലും ഈ പയ്യനെ പക്ഷെ നീസയ്ക്ക് അറിയില്ല. ഇത് ആരാണെന്ന് നമ്മൾ മനസ്സിലാവാൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ സ്വാങ്ങിന്റെ ബ്രദർ ആണെന്ന് ജിയാങ് പരിചയപ്പെടുത്തുന്നുണ്ട്. ശരി നമുക്ക് ഫുഡ് കഴിക്കാൻ, രണ്ടുപേരും എക്സാം എഴുതി ടയേർഡായി കാണില്ല എന്ന് പറഞ്ഞ് അവൾ വിളിക്കുന്നുണ്ട്. അല്ല നിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലേന്ന് ജിയാങ് ചോദിക്കുന്നുണ്ട്. ആരും വന്നില്ല എന്ന് ഫേ പറയുമ്പോൾ ഫേ എൻട്രൻസ് എക്സാം എഴുതാൻ വരുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ സ്വാങ് അവനെ ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാനും ഇവിടെ വരും. ആ ടീം നീസയ്ക്ക് സ്വാങ്ങിനെ കാണാലോ എന്ന രീതിക്കാണ് സ്വാങ്ങിനോട് നീസയ്ക്ക് ഇഷ്ടമുള്ളത് അറിയാവുന്ന ജിയാങ് അവൾക്ക് സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. എന്തായാലും അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടീം നല്ല കിഡിലൻ ഫുഡാണ്, നല്ല ഡിഷൊക്കെ അങ്ങനെ ഓർഡർ ചെയ്ത് അത് കഴിക്കുന്നതിന്റെ ആ ഒരു എൻജോയ്മെന്റ് ഒന്നും പക്ഷെ തന്റെ ഫ്രണ്ടായ ഫേയുടെ മുഖത്തില്ല എന്ന കാര്യം ജിയാങ് ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പനി ഉണ്ടായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, എക്സാമിന് മാർക്ക് കുറയോ എന്നൊക്കെ പേടിയുണ്ടെന്നല്ല അവൻ പറയുമ്പോൾ നീ അങ്ങനെ ടെൻഷൻ ആവാതെ, നീ നന്നായിട്ട് പഠിക്കുന്ന ചെറുക്കനാണെന്ന് എനിക്കറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിയാങ് ദേ ഈ ഇരിക്കുന്ന എന്റെ കസിനെ കണ്ടില്ലേ നീസി, ആളൊന്നും പഠിക്കില്ല എന്നൊക്കെ നമ്മൾ കരുതും. പക്ഷെ എക്സാമിന്റെ തലേന്നിരുന്ന് പഠിച്ച് പുള്ളിക്കാരി എക്സാം എഴുതുമ്പോ എന്ത് മാർക്ക് കിട്ടുന്നറിയാവോ, ഭയങ്കര പഠിപ്പിസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് അവളെ പറ്റി സംസാരിക്കുമ്പോൾ ആക്ച്വലി ജിയാങ് പറഞ്ഞത് തള്ളൊന്നും അല്ല, സത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കാനൊന്നും തന്നെ നീസി പോയില്ല. നീസി അത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ സത്യമാണോന്ന് ഫേ ചോദിക്കുമ്പോൾ അതേ അവൾ ചിരിക്കുമ്പോൾ അവനും ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പഠിച്ചില്ലേലും തലേന്ന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാലും അത്യാവശ്യം മാർക്കൊക്കെ നേടാൻ സാധിക്കുന്ന ഒരു സമാധാനം അവനാവുന്നുണ്ട്. എന്തായാലും അന്നത്തെ ആ ഒരു എക്സാം മാത്രമല്ല അടുത്ത ദിവസം അവർക്ക് എക്സാം ഉണ്ടായിരുന്നു. അങ്ങനെ അന്നും ജിയാങ്ങിന്റെ കൂടെ നീസി അവൻ എക്സാം എഴുതേണ്ട സ്ഥലത്ത് പോകുന്നുണ്ട്. തുടർന്ന് അവൻ അകത്ത് കയറുന്നതിന് മുന്നേ അവിടെ അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് അവൻ കൊടുക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, അന്ന് ഫേയെ കൊണ്ടുവിടാനായി സ്വാങ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ് എന്ന് സ്വാങ്ങിനെ കാണിച്ച് ജിയാങ് നീസിയെ കളിയാക്കുമ്പോൾ സ്വാങ്ങിനെ ഫേസ് ചെയ്യാനായി നീസി ഒട്ടും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അയ്യോ നാഗം അപ്സെറ്റ് ആവുന്നുണ്ട്. എന്തായാലും എക്സാം എഴുതാൻ ഈ പയ്യന്മാര് പോയ ശേഷം സ്വാങ് നീസിയുടെ അടുത്തെത്തി സംസാരിക്കുന്നു. കഴിഞ്ഞ ദിവസം എന്റെ അനിയന് നീ ലഞ്ച് വാങ്ങി കൊടുത്തു എന്ന് കേട്ടു, ഇന്ന് നമുക്കൊന്നിച്ചിപ്പോ ലഞ്ച് കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ വേണ്ടെന്നൊന്നും പറയുന്നില്ല. തുടർന്ന് അവർ ഫുഡ് കഴിക്കാനായി പോയിരിക്കുന്ന ടീമാണ്. അവൾ ഒരു കാര്യം ആലോചിക്കുന്നത്. ഏതാണ്ട് ഒരു വർഷം മുന്നേ സ്വാങ്ങിന്റെ അമ്മയ്ക്ക് വയ്യ എന്ന് മനസ്സിലാക്കുന്ന അവൾ അമ്മ അഡ്മിറ്റ് ആയിരിക്കുന്ന സ്ഥിതിക്ക് അവന് ട്രീറ്റ്മെന്റിനൊക്കെ കാശിന് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി അവൾ സേവ് ചെയ്ത് വെച്ചിരുന്നതിൽ നിന്ന് കുറച്ച് കാശ് നൽകുന്നുണ്ട്. പക്ഷെ അവൻ ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും സാരമില്ല വെച്ചോ എന്ന് പറഞ്ഞ് കുറെ നിർബന്ധിച്ച് അവൾ അത് കൊടുക്കുമ്പോൾ അത് വാങ്ങുന്നവൻ കുറച്ച് നാളുകൾക്ക് ശേഷം ആ കൊടുത്ത കാശും അതിന്റെ പലിശയും ചേർത്ത് അവൾക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ഇത് ഞാൻ തന്നതിലും കൂടുതൽ ഉണ്ടല്ലോ എന്ന് അവൾ ചോദിക്കുന്ന ടീം അതിനുള്ള പലിശയാണെന്നും പറഞ്ഞ് അവൻ അത് കൊടുക്കുന്നത് അവൾക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ ഇന്നലെ ഇവന്റെ അനിയനെ ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുത്തു എന്നതിനുള്ള മറുപടിയാണ് ഇവൻ ഇപ്പൊ എനിക്ക് ഫുഡ് വാങ്ങിച്ചു തരുന്നത്. ഇവൻ എന്ത് ചെയ്തു കൊടുത്താലും അത് ഞാൻ അവന് വേണ്ടി ചെയ്തു
ചെയ്തു കൊടുക്കുന്നു എന്ന രീതിക്ക് അങ്ങനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാതെ എന്തിനാ ഇങ്ങനെ എല്ലാത്തിനും പകരം ചെയ്തുകൊണ്ട് നടക്കുന്നതെന്ന് ഇറിറ്റേറ്റഡ് ആവുന്ന അവൾ എനിക്ക് ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്സെറ്റ് ആയി പോകുമ്പോൾ ഇവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. ആക്ച്വലി ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതെല്ലാം അങ്ങനെ തിരിച്ച് എക്സാം എഴുതാൻ പോയ കുട്ടികളെ പിക്ക് ചെയ്യാനേ ഇവർ അവിടേക്ക് എത്തുമ്പോഴേക്കും വീണ്ടും കണ്ടുമുട്ടുന്നുണ്ടല്ലോ. അവിടെ വെച്ച് അവൻ അവളോട് നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ദേഷ്യമായിട്ടൊന്നും ഇല്ലാന്നായിരുന്നു അവളുടെ മറുപടി. എന്തായാലും അപ്പോഴേക്കും എക്സാം കഴിഞ്ഞ് അവരെത്തുന്നു. എക്സാം നന്നായി എഴുതി എന്ന സന്തോഷം രണ്ട് കുട്ടികൾക്കുണ്ട്. എന്തായാലും അപ്പോഴേക്കും ജിയാങ് വീണ്ടും നമുക്ക് ഇന്ന് ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോകാമെന്നും പറഞ്ഞു ഫേയും സ്വാങ്ങിനെയും ഇവരുടെ കൂടെ വിളിക്കുമ്പോഴേക്കും ഫേ ആട്ടെ അയ്യോ ഞങ്ങൾക്ക് വേറൊരു ട്രീറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവാതെ സ്വാങ് ചോദിക്കുമ്പോൾ റോങ് നമുക്കൊരു ട്രീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു മറന്നുപോയോന്ന് ഫേ പറയുമ്പോൾ റോങ്ങിന്റെ പേര് ഇവിടെ കേൾക്കുന്ന ടീം നീസി അപ്സെറ്റ് ആയി വേഗം തന്നെ ജിയാങ്ങിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ കാറിൽ പോകുന്ന ടീം നീസി എന്താ ഇങ്ങനെയെന്നെല്ലാം ജിയാങ് ചോദിക്കുന്നുണ്ട്. സ്വാങ്ങിനെ ഇത്രയും അടുത്ത് കിട്ടിയിട്ടും അവനോട് നന്നായി ഒന്ന് ചിരിച്ച് സംസാരിച്ച് ഒരു റൊമാൻറ്റിക് എൻകൗണ്ടർ നടത്താതെ എന്തിനാണ് ഇങ്ങനെ മുഖം വിറപ്പിച്ച് പോയതെന്നെല്ലാം അവൻ ചോദിക്കുമ്പോൾ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവാതെയാ നീ ഓരോന്ന് ചെയ്യുന്നത്. സ്വാങ്ങിന് എന്നോട് ഒരു താല്പര്യമില്ല. അവന് താല്പര്യം മുഴുവൻ റോങ്ങിനോടാ. അവൾക്ക് വേണ്ടിയാണ് അവൻ എന്നോട് വന്ന് മിണ്ടുന്നതോ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരുന്നതെന്നോ എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാം അവൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ശരി ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നല്ലോ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ജിയാങ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. തീസിസ് ഒക്കെ കറക്റ്റായി സബ്മിറ്റ് ചെയ്ത് തന്റെ ഗ്രാജുവേഷൻ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായി നീസിക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ഗ്രാജുവേഷൻ ദിവസം അവളെ മാറി നിന്ന് വളരെ സൈലന്റ് ആയി ഇടയ്ക്കിടയ്ക്ക് സ്വാങ് നോക്കുന്നത് നമുക്ക് കാണാം. അവന്റെ ഈ നോട്ടം ഒക്കെ കാണുമ്പോൾ ആക്ച്വലി അവൾ വിചാരിക്കുന്ന കണക്ക് നല്ല കാര്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവൻ ആക്ച്വലി അവളെ ഇഷ്ടമാണ്. പക്ഷെ പല സിറ്റുവേഷൻ കാരണം അതവന് തുറന്നു പറയാനേ സാധിക്കുന്നില്ല. എന്തായാലും അങ്ങനെ ഗ്രാജുവേഷന് ശേഷം ഈ റൂംമേറ്റ്സ് ഒക്കെ ഇനി പിരിയല്ല. ഇത്രയും നാൾ ഒരേ റൂമിൽ ഒന്നിച്ച് ജീവിച്ചിരുന്ന ഇവർ ഇനി പല വഴിക്കൊക്കെ പോവല്ലേ. അതിനകത്ത് ഒരു ഫ്രണ്ടിന് കുറച്ച് ദൂരത്തേക്ക് ഒരു യാത്രയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇവരെല്ലാരും കൂടി യാത്ര അയക്കാനൊക്കെ വന്നുകൂടി. അങ്ങനെ അത് വളരെ ഇമോഷണൽ ആയ സമയം പോകുന്നുണ്ട്. തുടർന്ന് ആ ഫ്രണ്ടിനെ ട്രെയിൻ കയറ്റി വിട്ട ശേഷം ഇവരൊക്കെ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ബസ് കയറാനേ വരുമ്പോൾ പക്ഷെ നല്ല തിക്കും തിരക്കും ഉള്ള കാരണം നീസിക്ക് കയറാൻ സാധിക്കുന്നില്ല. അവളുടെ ബാക്കി ഫ്രണ്ട്സ് ഒക്കെ അതിൽ കയറി. അവളാകട്ടെ ഞാൻ അടുത്ത ബസ്സിൽ വരാമെന്ന് പറഞ്ഞ് അവരെ കൈ കാണിക്കുമ്പോഴേക്കും അവരെ എന്തോ ഒന്ന് അവളോട് പറയാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്കത് മനസ്സിലായില്ല. ബസ് അപ്പോഴേക്കും പോവുകയും ചെയ്യുന്നു. തുടർന്ന് അവൾ ആ ബസ് പോയി കഴിഞ്ഞാൽ അടുത്ത ബസ്സിന്റെ ടൈം ചെക്ക് ചെയ്യുന്ന ടീമാണ്. ഇതാണ് ഇവിടെ നിന്നുള്ള ലാസ്റ്റ് ബസ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും, ഞാനിവിടെ ഒറ്റയ്ക്കായി പോയല്ലോ, ഇനി എങ്ങനെ പോകുന്നു അവൾക്ക് അന്ന് ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഒരു ശബ്ദം കേട്ട് അവൾ നോക്കുമ്പോൾ അവൾ മാത്രമല്ല ഇവിടെ ഇപ്പൊ നിൽക്കുന്നത്. സ്വാങ്ങും ആ ബസ്സിൽ കയറി പോയില്ല, അവനും തന്റെ കൂടെ ഇവിടെ നിൽക്കുകയാണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആക്ച്വലി അവൾ ബസ്സിൽ കയറിയില്ല എന്ന കാര്യം കൊണ്ട് അവൾക്ക് വേണ്ടി ബസ്സിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷെ അത് അവൾക്ക് അറിയില്ലല്ലോ. എന്തായാലും അവന് തന്നോട് താല്പര്യമില്ല എന്ന് തെറ്റിദ്ധാരണ അവളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ അവന്റെ അടുത്ത് നിന്ന് അവൾ മാക്സിമം അകലാനായി നോക്കുന്നതോറും അവന്റെ ഉള്ളിലെ താല്പര്യം അവളുടെ അടുത്തേക്ക് തന്നെ അവനെ കൊണ്ടുവന്ന് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ നമ്മുടെ കഥയുടെ പ്രധാന കഥാപാത്രമായ നമ്മുടെ ചുള്ളൻ ഡോക്ടർ ലിന്നില്ലേ, ആളെപ്പോഴായിരിക്കും ഇവർക്കിടയിൽ കടന്നു വരിക എന്നതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന സെക്ഷൻ എയുടെ വീഡിയോ മൂവി മാനിയ മൂവീസ് എന്ന നമ്മുടെ ചാനലിലേക്ക് ചില കാര്യങ്ങൾ കൊണ്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാർ സെക്ഷൻ എയുടെ വീഡിയോ കാണാനായി മൂവി മാനിയ മൂവീസ് എന്ന നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.